വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. അഴീക്കോടൻ രക്തസാക്ഷിത്വ ദിനാചരണം ഇന്ന്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. വൈകിട്ട് തൃശൂരിൽ റെഡ് വോളണ്ടിയർ മാർച്ചും റാലിയും നടക്കും. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 30ഓളം പേർക്കെതിരെയാണ് കേസ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന പുതിയ റെക്കോർഡിലെത്തി. പവന് 920 രൂപ വർദ്ധിച്ച് 83,840 രൂപയായി. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ 21ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ തുടക്കമായി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ 21ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ തുടക്കമായി. കാസിനോ ഹോട്ടലിൽ നടന്ന വാർഷിക യോഗം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിനാൻസ് ഡയറക്ടർ P ഗോപകുമാർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ CG ജോസഫ്, TCV കൺവീനർ PM നാസർ തുടങ്ങിയവർ സംസാരിക്കും. യോഗ നടപടികൾ തുടരുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റവും നിങ്ങളുടെ ഇന്റഗ്രേഷൻ ആയിട്ട് വരും. നിങ്ങളുടെ ഓഡിയോ, നിങ്ങളുടെ വീട്ടിലൊരു തിയേറ്റർ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു തിയേറ്റർ അടക്കം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് വേണ്ടത്, അതിനൊരൊറ്റ ഒരു ഫോൺ കോൾ ഒരാളെ വിളിച്ചാൽ മതി. അത് കേരളത്തിൽ കേരള വിഷനെ വിളിച്ചാൽ മതി എന്ന് നാളെ കേരളത്തെ കൊണ്ടും രാജ്യത്തെ കൊണ്ടും പറയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് TSP എന്ന് പറയുന്ന കൺസെപ്റ്റ്, ടോട്ടൽ സർവീസ് പ്രൊവൈഡർ. ഈ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ 100 പേരെ ബന്ധപ്പെടണ്ട, 100 കൺസൾട്ടൻസിക്ക് കാശ് കൊടുക്കണ്ട, 100 സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ ഒരൊറ്റ ഫോൺ കോളിൽ നിങ്ങൾക്ക് എന്ത് വേണം, അത് നിങ്ങൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള അല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് മുതൽ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗിലേക്ക് വരെ ഈ മുഴുവൻ സേവനവും കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് കേരള വിഷനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 TSP എന്ന് പറയുന്ന പുതിയ വെട്ടികൾ ആരംഭിക്കാൻ സംഘടന തീരുമാനിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ KCCLന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുവാനും അതിനനുസൃതമായ മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും അതിനു വേണ്ടതിനെ ഉൾക്കൊള്ളുവാനും അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാനും കഴിയുന്ന ദീർഘദൃഷ്ടിയും ഉൾക്കാഴ്ചയുമുള്ള ഒരു നേതൃത്വം നമുക്കുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാനും നിങ്ങളും ഈ മേഖലയിൽ ഇതുപോലെ തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് അന്തസ്സോടുകൂടി ഇന്നും ഇവിടെ നിൽക്കുന്നത്. ഇനി മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ പരിമിതികളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണകളുണ്ട്. നമ്മൾക്ക് പ്രായമാകുന്നു, നമ്മുടെ ആരോഗ്യം മോശമാകുന്നു, നമുക്ക് ശേഷം വരുന്ന നമ്മുടെ കുട്ടികൾ, ഒരു പുതിയ തലമുറ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ മടികാട്ടുന്നു. അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്നു. അങ്ങനെ തൊഴിൽ തേടി പോകുന്നവർ ആ രാജ്യത്ത് സ്ഥിരമാകുന്നു. ഇവിടെ ബൗദ്ധികമായ വരൾച്ച ഉണ്ടാവുന്നു എന്ന സാഹചര്യമെല്ലാം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. ആ സാഹചര്യങ്ങളെയെല്ലാം മുമ്പിൽ കാണുമ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ്? അതും വളരെ ഗൗരവമായി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ആലോചിച്ചതാണ്. അതിനുള്ള പ്രതിവിധിയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ആശയം. ആ ക്ലസ്റ്റർ എന്ന് പറയുന്ന ആശയവും ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പാക്കി മാതൃക കാണിച്ചിട്ടുള്ള ആളാണ് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക്. അങ്ങനെ വിവിധങ്ങളായ ക്ലസ്റ്റർ യൂണിറ്റുകൾ ഇത് തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
ഈ പറയുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ഏറ്റവും പ്രഭാതമായ ഉപാധി എന്ന് പറയുന്നത് ക്ലസ്റ്റർ സംവിധാനമാണ്. ആ ക്ലസ്റ്റർ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധ്യതകളെ മറികടക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, മറിച്ച് മറ്റു സാധ്യതകളിലേക്ക് കൂടി പോകാനുള്ള നമുക്ക് ഊർജം പകരുകയാണ്. കേരളത്തിൽ അടുത്ത പദ്ധതിയിലേക്ക് കേരള വിഷൻ തുടക്കം കുറിക്കുക. ടൂറിസം. കുറച്ചുപേര് പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ കുറച്ചുപേര് ഓരോരോ പരിപാടിയായിട്ട് ഇങ്ങനെ വരിക. അത് നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ 1996-ലും 2008-ലും 2017-ലും 2025-ലും ഇതുപോലെ പല പദ്ധതികളുമായി വന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് കേരള വിഷന്റെ വാർഷിക ജനറൽ ബോഡിയിൽ അന്തസ്സോടുകൂടിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അടുത്ത സാധ്യതകളെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയണം. കേരളത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാ? അതിൽ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ ടൂറിസം മേഖലയിലേക്ക് നമുക്കുള്ള സാധ്യത എന്താ? കേരളത്തിൽ 30 ലക്ഷത്തോളം കണക്ഷനുള്ള ആളുകളാണ് നമ്മൾ. ഇപ്പോ കോർപ്പറേറ്റ് കമ്പനികളുടെ ആസ്തി അളക്കുന്നത് അവരുടെ ബിസിനസിന്റെ ടേൺ ഓവറിന്റെ ബലത്തിൽ മാത്രമല്ല, അവരുടെ ഡേറ്റയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ വരെ കേരളത്തിലെ ഏറ്റവും പണമുള്ള ധനാഢ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികളിൽ ഏറ്റവും സമ്പത്തുള്ളയാൾ യൂസഫ് അലിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഫോബ്സ് മാഗസിന്റെ കഴിഞ്ഞ ലക്കം വന്നപ്പോ യൂസഫ് അലിയെ പിന്തള്ളി ജോയി ആലൂക്കാസ്, തൃശ്ശൂരുകാരൻ കൂടിയായിട്ടുള്ള ജോയി ആലൂക്കാസ് 1ാം സ്ഥാനത്തെത്തി. എങ്ങനെയാ വന്നത്? അതിനുവേണ്ടി ജോയി ആലൂക്കാസ് എന്തെങ്കിലും മാജിക് കാണിച്ചോ? അല്ലെങ്കിൽ ജോയി ആലൂക്കാസ് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഒന്നുമില്ല. എന്താ സംഭവിച്ചേ? സ്വർണത്തിന്റെ വില കൂടി, ഇല്ലേ? സ്വർണത്തിന്റെ വില കൂടി, അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ആസ്തി ഓട്ടോമാറ്റിക്കലി, അദ്ദേഹം ഒന്നും ചെയ്തില്ല, വെറുതെ വീട്ടിയിരുന്നതേ ഉള്ളൂ. മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അദ്ദേഹത്തെ കേരളത്തിലെ ധനാഢ്യന്മാരിൽ ഒന്നാമതാക്കി. ബിസിനസ് അതാണ്. ബിസിനസ് എന്ന് പറയുന്നത് കൃത്യമായ കാഴ്ചപ്പാടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ നിക്ഷേപകരെ, അല്ലെ നമ്മുടെ ഉപഭോക്താക്കളെ നമ്മുടെ മറ്റേതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. 15 വർഷം മുമ്പ് നമ്മുടെ ഒരു കസ്റ്റമറായി മാറിയ ഒരാളെ, അയാൾ ഇന്നും നമ്മുടെ കേബിൾ TV കാണുന്നുണ്ട്. ഇന്നും നമുക്ക് അന്ന് അയാൾ 150 രൂപ തന്നു, ഇന്ന് അയാൾ 230 രൂപ തരുന്നുണ്ട്. 15 വർഷം മുമ്പ് 150 രൂപ തന്നു, ഇന്ന് അയാൾ 250 രൂപ തരുന്നുണ്ട്. എന്ത് മാറ്റ? അയാളെ കൊണ്ട് നമ്മൾ അന്നും ഇന്നും ഈ 60 രൂപയുടെ ലാഭം വാങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു മറ്റൊരു മേഖലകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ തലങ്ങളിലേക്ക് നമ്മുടെ നിക്ഷേപകരെ, ഒരു നിക്ഷേപകൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? വിശ്വാസ്യതയാ. കഴിഞ്ഞ 15 വർഷം 20 വർഷം നിങ്ങളെ അറിയുന്ന ഒരാളെ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റൊരു ബിസിനസിന്റെ ഭാഗമാക്കി മാറ്റാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 15 വർഷം നിങ്ങൾ അയാളുടെ 10,000 രൂപ ചോദിച്ചാലോ ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചാൽ അയാൾ തരും. കാരണം എന്താ? കഴിഞ്ഞ 10-20 വർഷക്കാലമായി അയാൾ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ സേവനം അനുഭവിക്കുന്നു, നിങ്ങൾക്ക് പണം തരുന്നു. പക്ഷെ ആ കസ്റ്റമറെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിച്ചിട്ടില്ല. കാരണം ഒന്നേ ഉള്ളൂ, മടി. മറ്റൊന്ന്, എനിക്കിത് മതി. ഈ 2 മായ. കേരളത്തിൽ അതുകൊണ്ട് ആ സാധ്യതകളിലേക്ക് കടന്നു പോകാൻ സിഒയെ തീരുമാനിച്ചു. അതിന്റെ ഭാഗമാണ് ടൂറിസം. അതിന് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ KTDS എന്ന് പറയുന്ന ഒരു സംഘടനയുമായി, സർക്കാരിന്റെ കൂടി പങ്കാളിത്തമുള്ള സംഘടനയുമായി നമ്മൾ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. മറ്റൊന്ന്, നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ രാജ്യത്ത് നിന്നും വിവിധ സ്വകാര്യ ഏജൻസികൾ വഴി പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ആ പണി ചില ചാനലുകളും ഏറ്റെടുത്തിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ, 24 ന്യൂസ് ഇല്ലേ? 24 ന്യൂസ്
ഞാൻ പരസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്തരം ചില സ്ഥാപനങ്ങളുടെയൊക്കെ സാമ്പത്തിക അടിത്തറ എത്രയുണ്ടെന്നുള്ളത് മറ്റാരേക്കാളും അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് 1000 കോടി രൂപയുടെ നിക്ഷേപമുള്ള കമ്പനി. കേരള വിഷൻ 1000 കോടി കവർ ചെയ്തതിന്റെ ആഘോഷം അതിഗംഭീരമായി അതിന്റെ ഭാഗമായി വന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി ആദരിച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഞാനാണ്. പലരും എന്നോട് ചോദിച്ചു, പ്രസിഡന്റ് അത് അപകടമാകുമോ? കാരണം നമ്മളിതിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നാളെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഓഫീസിൽ ഇതൊന്നും പറയാതെ തന്നെ ഓഫീസിൽ കയറി MD ഒക്കെ അടക്കം വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇനി അത് പറഞ്ഞതിന്റെ പേരിൽ കുഴപ്പമുണ്ടാവുമോ, പിരിവ് കൊടുക്കേണ്ടി വരുമോ, പ്രശ്നമോ? ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. കാരണം ആരെയും വെട്ടിച്ചും തട്ടിച്ചും കൊള്ളപ്പലിശയ്ക്ക് വടംവാമിച്ചും ഒന്നും ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമല്ല ഇത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് ഈ മണ്ണിൽ മഞ്ഞും വെയിലും ചൂടും തണുപ്പുമേറ്റ് ചോര നീരാക്കി വളർത്തിയെടുത്ത പ്രസ്ഥാന. അതുകൊണ്ട് അത് 1000 കോടി കടന്നാൽ അതിന്റെ അന്തസ് അതിന്റെ MDക്കും ബോർഡിനുമല്ല, അതിന്റെ ഭാഗമായി ഈ മണ്ണിൽ ഇതിനോടൊപ്പം കഴിഞ്ഞ 30 വർഷക്കാലം നിന്ന ഓരോ സാധാരണ ഓപ്പറേറ്ററുടെയും അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അത് അന്തസ്സായിട്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും നടത്താൻ തീരുമാനിച്ചതും ഇതിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റ് പ്രവീൺ മോഹനാണ്. അത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി കണക്ക് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഏത് സംവിധാനവുമായി വന്നാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ കുട്ടികളെ വിദേശത്തേക്ക് വിടാനുള്ള പരസ്യം നടത്തുമ്പോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ആ ഫ്രീക്വൻസിയിലൂടെ 1000കണക്കിന് ആളുകളെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ടൂറിന് കൊണ്ടുപോയി പൈസ ഉണ്ടാക്കുമ്പോ ഇതിനെല്ലാം നിദാനമായി വർത്തിക്കുന്ന കേരള വിഷൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്നും 210 രൂപയും 250 രൂപയും മാസവരി വാങ്ങി ജീവിക്കുകയാണ്. ഇനി അതിന് നിന്നു കൊടുക്കുന്നില്ല. ആരെന്ത് ആരോപണം പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കാനും മനസ്സില്ല. അതുകൊണ്ട് ഈ മേഖലയിലേക്കൊക്കെ COA കൈവെക്കാൻ പോവുകയാണ്. ടൂറിസം, അതുപോലെ എഡ്യൂക്കേഷൻ പദ്ധതി, അങ്ങനെ നമുക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു പോകാൻ കഴിയുമോ ആ എല്ലാ മേഖലയിലേക്കും നമ്മൾ കടന്നു പോകും. അതിനാരൊക്കെ സഹകരിക്കാൻ കഴിയുമോ അവരുമായി സഹകരിക്കും. അപ്പൊ അത്തരം സഹകരണങ്ങളിൽ ഇത്തരത്തിലുള്ള ജില്ലാ സംവിധാനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കരുത്തുറ്റ ഘടകങ്ങൾ, കരുത്തുറ്റ കമ്മിറ്റികൾ, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ നമുക്ക് കേരളത്തിൽ മറ്റും മാതൃകകൾ സൃഷ്ടിക്കാൻ, രാജ്യത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് രാജ്യത്ത് തന്നെ മാതൃകയായി മാറുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയാൻ പറ്റുന്ന ആശയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന വേദികളാവണം നമ്മുടെ വാർഷിക പൊതുയോഗങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇന്ന് രാവിലെയാണ് ഞാനും ജനറൽ സെക്രട്ടറിയും ഒക്കെ ദുബായിൽ നിന്ന് വരുന്നത്. വെളുപ്പിന് 5:30ക്കാണ് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ഞങ്ങൾ കേരള വിഷൻ ന്യൂസിന്റെ ഒരു ബിസിനസ് കോൺക്ലേവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുബായിൽ യോഗമുണ്ടായിരുന്നു. അതോടൊപ്പം കുടുംബാംഗങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുബായി ഒരു 2-3 ദിവസം ഒരു ഫാമിലി ടൂറും, ബിസിനസ് കോൺക്ലേവ് ഫാമിലി ടൂറും. അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. തുടർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി അഴീക്കോടൻ രാഘവൻ കുത്തേറ്റു വീണ ചെട്ടിയങ്ങാടിയിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, MM വർഗീസ്, AC മൊയ്തീൻ MLA, മന്ത്രി R ബിന്ദു, PK ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 4-ന് റെഡ് വോളണ്ടിയർ പരേഡും റാലിയും നടക്കും. വിദ്യാർത്ഥി കോർണറിൽ 10,000 പങ്കെടുക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖരായ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മെ വിട്ടുപിരിഞ്ഞ് വടക്കാഞ്ചേരി
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിതിൻ, ജനറൽ സെക്രട്ടറി വിഷ്ണു എന്നിവരുൾപ്പെടെ 30ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന പുതിയ റെക്കോർഡിലെത്തി. പവന് 920 രൂപ വർദ്ധിച്ച് 83,840 രൂപയായി. 1 ഗ്രാമിന് 115 വർദ്ധിച്ച് 10,480 രൂപയുമായി. സംസ്ഥാനത്ത് ഇന്നലെ 2 തവണ സ്വർണ്ണവിലയിൽ മാറ്റം വന്നിരുന്നു. ഇനി 1 പവൻ ആഭരണം വാങ്ങുമ്പോൾ മറ്റു ചിലവുകൾ ചേർത്ത് 92,000 രൂപ വരെ ജ്വല്ലറിയിൽ നൽകേണ്ടി വരുന്നു. ഈ മാസം 9-നാണ് പവന് 80,000 രൂപ കടന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പോട്ടയിലെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന് മുന്നോടിയായ പൈലിംഗ് നടത്തുന്നതിന് വാർഡ് കൌൺസിലർ വ്യക്തിപരമായി പണം നൽകാമെന്ന് വാഗ്ദാനം ചാലക്കുടി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളത്തിനിടയാക്കി. കൌൺസിലർ AB ജോർജിന്റെ നിർദ്ദേശത്തെയാണ് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എതിർത്തത്. കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനത്തിന് തുക അനുവദിക്കാൻ ഇതുവരെയും കഴിയാതിരുന്നത് ഭരണസമിതിയുടെ ഉദാസീനതയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൌൺസിലർമാർ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതേ തുടർന്ന് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി വിഷയം അടുത്ത കൌൺസിലിലേക്ക് ചർച്ച ചെയ്യുന്നതിന് മാറ്റിവെച്ചു. പോട്ടയിൽ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ച സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് സർക്കാർ വിവിധത്തിന് പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും പണം കണ്ടെത്തുന്നതിന് യോഗം തീരുമാനിച്ചു. ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനരഹിതമായ ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ ഉടനെ നടത്തുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ കൌൺസിലിൽ അറിയിച്ചു. ബിജു ചിറയത്ത്, KV പോൾ, CL വത്സൻ, VJ ജോജി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ മോഷണം. 3 ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. പോലീസിൽ പരാതി നൽകി. വൈദ്യുതി പോസ്റ്റുകളിലൂടെ വലിച്ച ഫോൺ കേബിളുകൾ റോഡിൽ വീണുകിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കേബിൾ വീണുകിടന്നിട്ട് ദിവസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണിക്ക് ആളില്ലാത്തതാണ് പ്രശ്നമാകുന്നത്. കോടാലി ഇഞ്ചംകുണ്ട് റോഡിലെ മുരിക്കുങ്ങൽ വെള്ളിക്കുളങ്ങര, നായാട്ടുകുണ്ട് റോഡിലെ കട്ടിപ്പൊക്കം, ചൊക്കന പാലപ്പിള്ളി റോഡിലെ മുപ്ലി എന്നിവിടങ്ങളിലാണ് ഫോൺ കേബിളുകൾ റോഡിൽ വീണുകിടക്കുന്നത്. കേബിൾ പോസ്റ്റുകളിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ക്ലാബുകൾ ഗുണനിലവാരം കുറഞ്ഞവയായതിനാൽ കേടുവന്ന് വിട്ടുപോയതാണ് ഫോൺ കേബിൾ താഴെ റോഡിലേക്ക് വീഴാൻ കാരണം. അപകട സാധ്യത കണക്കിലെടുത്ത് റോഡിൽ വീണുകിടക്കുന്ന കേബിളുകൾ എത്രയും വേഗം തിരികെ ഗുണനിലവാരമുള്ള പോസ്റ്റിൽ ഉറപ്പിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരുവില്ലാമല പാമ്പാടി ശ്രീമന്തം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. റിട്ടയർഡ് പ്രൊഫസർ നിർമ്മല സത്യൻ പ്രഭാഷണം നടത്തി. ഒരു ഗ്രന്ഥമാണ് ചോറ്റാനിക്കര അമ്മ സിനിമയിലൊക്കെ. വരാക്കര സ്വദേശിനി പവന ബൈക്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചത് രാജ്യത്തെ 20 സംസ്ഥാനങ്ങൾ. 53 ദിവസങ്ങൾക്കിടയിൽ സഞ്ചരിച്ചത് 8,500 കിലോമീറ്റർ. വരാക്കര വൈദ്യക്കാരൻ വീട്ടിൽ പവന എന്ന 25-കാരി 53 ദിവസം കൊണ്ട് പിന്നിട്ടത് 8,500 കിലോമീറ്റർ ദൂരം.
ചെറുപ്പം മുതൽ ബൈക്ക് റൈഡിംഗിലും ഡ്രൈവിംഗിലും തൽപരയായിരുന്ന പവന 15-ാം വയസ്സിൽ ഉള്ളിലുദിച്ച ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. ജൂലൈ 31-ന് സ്വന്തം ഹിമാലയൻ 411 ബൈക്കിൽ യാത്ര പുറപ്പെട്ട പവന തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ 20 സംസ്ഥാനങ്ങൾ കറങ്ങിത്തിരിഞ്ഞാണ് കഴിഞ്ഞ ദിവസം വരാക്കരയിൽ തിരിച്ചെത്തിയത്. ഓരോ ദിവസവും കൃത്യമായ ദൂരമോ സമയമോ നിശ്ചയിക്കാതെയായിരുന്നു യാത്ര. മറ്റു സംസ്ഥാനങ്ങളിലെ ഭാഷയോ ജീവിതമോ സംസ്കാരമോ അറിയാത്ത പവന പല സംസ്ഥാനങ്ങളിലും ആദ്യമായാണ് പോകുന്നത്. യാതൊരുവിധ തയ്യാറെടുപ്പുകളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെയായിരുന്നു യാത്ര. 2 വർഷം മുൻപ് നടത്തിയ കന്യാകുമാരി ധനുഷ്കോടി യാത്രയായിരുന്നു ആകെയുള്ള മുൻപരിചയം. മറ്റു സംസ്ഥാനങ്ങളെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും തനിക്ക് നല്ല അനുഭവം മാത്രമാണ് എല്ലായിടത്തുനിന്നും ഉണ്ടായതെന്ന് പവന പറയുന്നു. യാത്രക്കിടയിൽ വിശ്രമിക്കുമ്പോഴും ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ബൈക്ക് യാത്രികയ്ക്ക് വലിയ സ്നേഹവും പരിഗണനയുമാണ് ലഭിച്ചതെന്ന് പവന പറഞ്ഞു. ഞാൻ എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 31-നാണ്. ഇപ്പൊ ഞാൻ എന്റെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാണ്. എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൂപടം കാണില്ലേ, അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ മനസ്സിലൊരു ആഗ്രഹം. പക്ഷെ അത് ഇപ്പോഴാണ് 25 വയസ്സിൽ അത് സാധിക്കുന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 20 സ്റ്റേറ്റ്സും കവർ ചെയ്ത് പോകുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഓരോ സ്റ്റേറ്റ്സിൽ കിട്ടിയത്. മുംബൈയിൽ വെച്ച് ബൈക്കിന്റെ നമ്പർ കണ്ട് ഒരു മലയാളി കൈകാണിച്ച് തടഞ്ഞു നിർത്തി. പിന്നെ കേരള സമാജത്തിന്റെ സ്വീകരണവും കഴിഞ്ഞാണ് തിരിച്ചയച്ചത്. പലരും ലേഡി ബൈക്കർ എന്ന് വിളിച്ചു. ഉത്തരാഖണ്ഡിൽ വെച്ച് കൺമുന്നിൽ മണ്ണിടിച്ചിലുണ്ടായതും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മണ്ണിടിച്ചിൽ മൂലം പ്രവേശിക്കാനാകാതിരുന്നതും വലിയ നിരാശ ഉണ്ടാക്കിയതായി പവന പറഞ്ഞു. 18-ാം വയസ്സിൽ തന്നെ ബൈക്ക് ലൈസൻസും 21-ാം വയസ്സിൽ ഹെവി ലൈസൻസും നേടിയ പവന 14 വർഷമായി കരാട്ടെ പരിശീലക കൂടിയാണ്. 5 സ്കൂളുകളിൽ കരാട്ടെ അധ്യാപികയായ പവന വരാക്കരയിൽ ഇവോക്ക് എന്ന പേരിൽ സ്വന്തമായി അക്കാദമിയും നടത്തുന്നുണ്ട്. ഡ്രൈവറായ അച്ഛൻ സുനിലും അമ്മ സുമയും സഹോദരി മേഘനയും പവനയുടെ സ്വപ്നങ്ങൾക്ക് തുണയാണ്. ജമ്മു കാശ്മീർ, നേപ്പാൾ യാത്രയാണ് പവനയുടെ അടുത്ത ലക്ഷ്യം. TCV ന്യൂസ്, പുതുക്കാട്. ഉന്നത വിജയം നേടിയ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കഴിഞ്ഞ വർഷം SSLC, +2, VHSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ആദരം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷനായിരുന്നു. VR സുകുമാരൻ, MK മുരളി, അദ്വൈത് രജി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ മിഖായേൽ മാലാഖയുടെ കോംബ്രേരിയ തിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ സിജൻ മണുവേലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ ആൽഫിൻ ജൂഡ്സൺ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ. കുന്നംകുളം തിരുത്തിക്കാട് പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളി. ദുരിതത്തിലായി കർഷകർ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സാമൂഹിക വിരുദ്ധർ കൃഷിയിടത്തിലേക്ക് വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയത്. വലിയ ടാങ്കറുകളിൽ കൊണ്ടുവന്നാണ് സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യം തള്ളിയതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകി. കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്കിറങ്ങാതായി. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലായി. വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശത്ത് CCTV ക്യാമറ വെക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് കർഷകൻ KK കേശവൻ പറഞ്ഞു. ഇറങ്ങാൻ പറ്റാതെ ഈ പണിക്കാർ പറഞ്ഞ കൂട്ടാക്കണില്ല. ആകെ മാലിന്യം കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. 2-3 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം ഇവിടെ തന്നെ ചെന്ന് പറഞ്ഞു. അവർ വന്നോ നടപടികൾ ചെയ്യുന്നുണ്ട്.
അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും നഗരസഭ ക്യാമറ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും മുൻ നഗരസഭാ കൗൺസിലർ GK ജിന്നി പറഞ്ഞു. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ക്യാമറ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നഗരസഭ ഒരു ക്യാമറ ഇവിടെ വെക്കാനുള്ള കുറിച്ച് പാസ്സായാലാണ് അത് അടുത്ത ദിവസം തന്നെ വെക്കും. അപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം വെക്കാവുന്ന സംവിധാനം ഉണ്ടായാലാണ് അത് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. BJPയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് തല നിശ ശില്പശാല സംഘടിപ്പിച്ചു. കോടാലി ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല BJP എറണാകുളം മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജനറൽ സെക്രട്ടറി രാംദാസ് വയലൂർ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ, കവിത പ്രസാദ്, സജിത ചന്ദ്രൻ, PC ബൈജു, സുരേഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പറക്കോട്ടുകാവിൽ നവരാത്രി മഹോത്സവം ജൂനിയർ ദേവസ്വം ഓഫീസർ N സുമ ഉദ്ഘാടനം ചെയ്തു. മേൽശാന്തി സുഭാഷ്, ഉപദേശക സമിതി പ്രസിഡന്റ് T മുരളി മേനോൻ, സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രവികുമാർ, ജോയിന്റ് സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര മോനൊടി നടന കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഓണം കളി മത്സരത്തിൽ കോൾക്കുന്ന് യുവധാര കലാവേദി, പൂപ്പത്തി ബ്രദേഴ്സ് കലാഭവൻ, കുറ്റിച്ചിറ വൈദേഹി, മോനോടി തൃശിവ കലാസമിതി എന്നീ ടീമുകൾ പങ്കെടുത്തു. ഓണനാളിൽ പൂക്കാൻ മടിച്ച ചെണ്ടുമല്ലിത്തോട്ടം വൈകിയാണെങ്കിലും പൂവിട്ടു. നവരാത്രി ആഘോഷ പൂവിമടി തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും JLG ഗ്രൂപ്പും ചേർന്നാണ് പൂക്കൃഷി നടത്തിയത്. 4 ഏക്കർ ഭൂമിയിൽ 4000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. ഒപ്പം വാടാമല്ലിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഓണക്കാല വിൽപ്പന ലക്ഷ്യമാക്കിയാണ് ഇവർ കൃഷിയിറക്കിയതെങ്കിലും പ്രതീക്ഷിച്ച വില ലഭിച്ചില്ല. എന്നാൽ ഇപ്പോൾ കൃഷിയിടം മുഴുവൻ പൂവസന്തം തീർത്തിരിക്കുകയാണ്. വാർഡ് 16-ൽ തൊഴിലുറപ്പ് തൊഴിലാളികളും JLG ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ഈ പൂക്കൃഷിയുടെ നടത്തിയത്. ഓണവിപണിയിൽ നമ്മൾ കാര്യമായ പൂവൊന്നും നമുക്ക് ഓണവിപണിയിൽ കിട്ടിയില്ല. പക്ഷേ പൂജയിപ്പോണത്തിന് നല്ല വിപണി നമുക്കുണ്ടാവും. പൂജയിപ്പോണത്തിന് എല്ലാ കടക്കാരും നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ 10 വർഷമായി ഞങ്ങൾ ഈ 16-ാം വാർഡിൽ പൂക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. നവരാത്രി ആഘോഷ ദിവസങ്ങളിൽ പൂക്കൾക്ക് ആവശ്യക്കാരുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. കഴിഞ്ഞ 10 വർഷമായി 16-ാം വാർഡിൽ വനിതകളുടെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തിവരുന്നുണ്ട്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. അന്തിക്കാട് പഞ്ചായത്തിൽ 5-6 വാർഡുകളിലെ കല്ലിടവഴി റോഡിന്റെ ഇരുവശത്തെയും പൊന്തക്കാട് നവഭാരത് ക്ലബ് പ്രവർത്തകർ വെട്ടിത്തെളിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി. രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യവും വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനാകാത്ത സ്ഥിതിയും ആയിരുന്നതിനാൽ കാൽനട വാഹനയാത്രക്കാർ അപകട ഭീഷണിയിലായിരുന്നു. നവഭാരത് ക്ലബ് സെക്രട്ടറി റിനീഷ് മുഴിക്കുളത്ത, പ്രസിഡന്റ് സന്തോഷ് വാര്യർ, ട്രഷറർ സജയ് മണിക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണം കഴിഞ്ഞതോടെ വിലയിടിവ് മാത്രം അനുഭവപ്പെടുന്ന നേന്ത്രക്കായ വിപണിയെ നോക്കി നെടുവീർപ്പിടുകയാണ് പരിയാരത്തെ കർഷകർ. തിങ്കളാഴ്ചയിലെ കായയുടെ വില കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെയായിരുന്നു. പരിയാരം സ്വാശ്രയ കർഷക സംഘത്തിൽ എത്തിച്ച കായയ്ക്ക് ഓണത്തിന് ശേഷം ഇത്രയും വിലയെ ലഭിക്കുന്നുള്ളൂ. സമിതിയിൽ അംഗങ്ങളായ 100 കണക്കിന് കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. ഇനിയും വിലയിടിവ് തുടർന്നാൽ ബാങ്ക് വായ്പയും മറ്റുമെടുത്ത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ അനേകം കർഷകരുടെ ഭാവി ഇരുളടയുമെന്നതാണ് പ്രധാന പ്രതിസന്ധി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കായകൾ മൊത്ത കച്ചവടത്തിൽ 18 രൂപയ്ക്ക് വിപണിയിലെത്തുമ്പോൾ ഇടത്തരം കച്ചവടക്കാർ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. പൂവൻകായ, ഞാലിപ്പൂവൻ എന്നിവയ്ക്കാണ് കിലോയ്ക്ക് 50 രൂപയോളം സ്വാശ്രയ ചന്തയിൽ കിട്ടുന്നത്. എന്നാൽ ഇവയാകട്ടെ കർഷകരുടെ പറമ്പുകളിൽ ഇല്ലതാനും. തമിഴ്നാട്ടിൽ നിന്നും വരവ് കുറഞ്ഞ ഓണത്തിന് മുമ്പുള്ള വേളയിൽ കിലോയ്ക്ക് 65 രൂപയ്ക്ക് ഇവിടെ വിറ്റിരുന്നു. ഓണത്തിന് അത് 45 കുറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പകുതി വിലയിലുമെത്തി. ഇത്തരം അവസ്ഥയിൽ പരിയാരം, കോടശ്ശേരി, അതിരപ്പിള്ളി പഞ്ചായത്തുകളിലെ 700ഓളം കർഷകർ കടുത്ത പ്രതിസന്ധിയിലായെന്ന് മേഖലയിൽ സജീവമായി നിൽക്കുന്ന കർഷകൻ ഷിബു കൈതാരൻ പറഞ്ഞു. നേന്ത്രക്കായ മുതൽ കായ വിപണി ഇന്നത്തെ രീതിയിൽ വളരെ ശോചനീയമായ രീതിയിലാണ് പോകുന്നത്. കർഷകരുടെ ഉന്നമനത്തിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള ഒരു കാർഷിക അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ ആ രീതിയിലേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല.
ഇതിനെന്തെങ്കിലും സത്വരമായ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഈ കർഷകരെ ഇവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ കരകയറ്റാനേ പറ്റുള്ളൂ. തോട്ടത്തിൽ നിന്ന് നല്ല കായകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വിപണി കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പ് ഇടപെട്ട് ഇതിന് പരിഹാരം കാണണമെന്നാണ് മറ്റൊരു കർഷകൻ ശോഭി വട്ടോലി പറയുന്നത്. കർഷകർ വളരെ പരിതാപകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ അടിയന്തര സാഹചര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് ഓരോ കർഷകരെയും സഹായിക്കേണ്ട ഒരവസ്ഥ, അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ കൃഷി പിടിച്ചു നിർത്താനുള്ള ഒരു അവസ്ഥ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണമെന്ന് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുണ്ട്. ഈ അവസ്ഥയിൽ പരിയാരം പൂവത്തിങ്കലിൽ VFPCKയുടെ കീഴിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതി ഇവിടുത്തെ കൃഷിക്കാരുടെ ആശ്രയ കേന്ദ്രമാണ്. 700ഓളം ഹെക്ടർ സ്ഥലത്താണ് മറ്റ് കാർഷിക വിളകളടക്കം കൃഷി ചെയ്യുന്നത്. മായമില്ലാത്ത നാടൻ ഇനങ്ങൾ ലഭ്യമായിട്ടും കൃത്രിമ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുമ്പോൾ പരമ്പരാഗത കർഷക ഭൂമിയായ പരിയാരം നിലനിൽപ്പ് ഭീഷണി നേരിടുന്നു. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് സമിതി പ്രസിഡന്റ് IC ജോണി പറയുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ കൃഷിക്കാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട വക്കീൽ തന്നെയാണ്. ഇങ്ങനെ പോകണമെങ്കിൽ തന്നെ ഈ കൃഷി പരിയാരം പഞ്ചായത്തിൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. TCV ചാലക്കുടി. കടലിലെ അതിർത്തി തർക്കം മത്സ്യബന്ധന മേഖലയ്ക്ക് ആശങ്കയായി മാറുകയാണ്. തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നുമുള്ള മത്സ്യബന്ധന യാനങ്ങൾ അഴീക്കോട് മുനമ്പം മേഖലയിൽ വലയെറിയാൻ എത്തി തുടങ്ങിയതോടെയാണ് നാട്ടുകാരായ തൊഴിലാളികളും ഇതര ജില്ലക്കാരായ തൊഴിലാളികളും തമ്മിൽ തർക്കം ഉടലെടുത്തത്. തീരക്കടലിൽ തിരിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറു മത്സ്യമാണ് നിലവിൽ വ്യാപകമായി ലഭിച്ചു വരുന്നത്. ഭക്ഷ്യയോഗ്യമാണെങ്കിൽ കൂടി ലഭ്യത കൂടിയതോടെ ആവശ്യക്കാർ കുറഞ്ഞു. ഇതേ തുടർന്ന് മീൻവളം ഉണ്ടാക്കുന്ന കമ്പനികളിലേക്കാണ് ഇവ കയറ്റിപ്പോകുന്നത്. പ്രാദേശിക വള്ളക്കാർക്ക് മുഴുവൻ തിരിയാൻ ലഭിച്ചതോടെ വിപണി ഇടിഞ്ഞിരുന്നു. ഇതിനിടെ വടക്കൻ ജില്ലകളിൽ നിന്നും വള്ളക്കാർ കൂട്ടമായി എത്തിയതോടെ വില വീണ്ടും കുറയുന്ന സാഹചര്യമാണുള്ളതെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. കേരളത്തിനകത്തുനിന്ന് തന്നെ കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിരവധി വള്ളങ്ങൾ സർക്കാർ നിർദ്ദേശമായിട്ടുള്ള ഒരു കാരിയർ എന്നതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് 2-3 കാരിയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തി. ഈ മത്സ്യബന്ധനം ഇവിടുത്തെ പരിമിതമാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവിടുത്തെ വള്ളങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യം ലേലം കൊള്ളാൻ ആളില്ലാത്ത അവസ്ഥ. ഇവിടെ ഉള്ള വള്ളങ്ങളേക്കാൾ കൂടുതൽ വള്ളം, ഇവിടെ ഉൾക്കൊള്ളാവുന്ന വള്ളങ്ങളേക്കാൾ കൂടുതൽ വള്ളങ്ങൾ വന്ന് മത്സ്യം ഇറക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മത്സ്യമായിട്ട് വരുന്ന മീൻ പിറ്റേ ദിവസമാണ് ആ വള്ളം ഇവിടെ കോരി മീൻ ഒഴിവാക്കിക്കൊണ്ട് വള്ളം മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാനായിട്ട് കിട്ടണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരെ നിരവധിയായ വള്ളങ്ങൾ പണിക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തുറയിലെ നിയമങ്ങൾ മറികടന്ന് ഒന്നിലധികം കാരിയർ വള്ളങ്ങളുമായാണ് പുറം ജില്ലക്കാർ എത്തുന്നതെന്നും ഹാർബറിൽ അനിയന്ത്രിതമായി മീനെത്തുന്നത് മൂലം തൊഴിലാളികളുടെ വരുമാനത്തിൽ വൻതോതിൽ ഇടിവ് സംഭവിച്ചതായും ആക്ഷേപമുണ്ട്. ഇതിനിടെ വടക്കൻ ജില്ലയിൽ നിന്നും എത്തുന്ന വള്ളങ്ങൾക്ക് അഴീക്കോട് അഴിമുഖത്ത് പ്രാദേശിക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കടൽ യാത്രയ്ക്കായി അഴീക്കോടെത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും അഴീക്കോട്ടെ തൊഴിലാളികൾ വഴങ്ങിയില്ല. വള്ളക്കാരുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് അനുബന്ധ തൊഴിലാളികളും കച്ചവടക്കാരും രംഗത്ത് വന്നെങ്കിലും ഇരുകൂട്ടരും തമ്മിൽ നടന്ന ചർച്ചയിൽ താൽക്കാലിക പരിഹാരമുണ്ടായി. എങ്കിലും വിഷയം വരും ദിവസങ്ങളിൽ വീണ്ടും കത്തിപ്പടരുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. തിരിയാനിന്റെ പേരിൽ ഉടലെടുത്ത തർക്കം ഇരുകൂട്ടർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്ന സംശയവും അധികൃതരിലുണ്ട്. TCV കൊടുങ്ങല്ലൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ES സാബു അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് PK നൌഷാദ് അലി, ജാഥ ക്യാപ്റ്റൻ KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്, ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,480 രൂപ, പവന് 83,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്.
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി JPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. അഴീക്കോടൻ രക്തസാക്ഷി ദിനാചരണം ഇന്ന്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. വൈകിട്ട് തൃശൂരിൽ റെഡ് വോളണ്ടിയർ മാർച്ചും റാലിയും നടന്നു. വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 30ഓളം പേർക്കെതിരെയാണ് കേസ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന പുതിയ റെക്കോർഡിലെത്തി. പവന് 920 രൂപ വർദ്ധിച്ച് 83,840 രൂപയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.